ചോദിച്ചില്ല ഉമരേ, അവരെന്റെ കുടുംബമല്ല ഉമരേ, അവര് ഖുറൈശികളല്ല ഉമരേ എന്ന് കണ്ണുനീര് മാറ്റ പ്രവാചകന്റെ അനുയായികളെ, ഉണ്ടോ നമുക്ക് തീവ്രവാദത്തിനുള്ള അംഗീകാരമുണ്ടോ? എവിടെയും ഇസ്ലാം അത് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കണം, ഇത് ഒരുപാട് വസ്തുതകളാണ്. ഇതിന്റെ അനന്തരഫലം മുസ്ലിങ്ങൾ അനുഭവിക്കുകയാണ്. പ്രവാചകന്റെ ശരിയായെന്ന നിലക്ക് താടി നീട്ടി വളർത്തിയവനും വീശ വെട്ടി ഒതുക്കിയവനും നേരെ ഇല്ലാതിരുന്ന വഴി 1000 തവണ കേൾക്കേണ്ടി വരുന്ന മുസൽമാന്റെ നൊമ്പരങ്ങൾക്ക് പിന്നിൽ ഇന്നാര് മറുപടി പറയാറുണ്ട്? അല്ലേ, ഇത് ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട വസ്തുതയാണ്. ഇസ്ലാമിൽ എവിടെയും തീവ്രവാദ ആശയങ്ങളില്ല. സമാധാനത്തിന്റെ ശാന്തിയുടെ മതമാണ്. അതാണ് ഇസ്ലാമിന്റെ സന്ദേശം. അതുകൊണ്ട് പ്രവാചകൻ പഠിക്കുക. മൂന്നാമതായി ഇസ്ലാം പറയുന്നു, സ്വന്തം ശരീരത്തോട് ഒരാൾ ചെയ്യുന്ന അക്രമം അഥവാ മറ്റൊരാളുടെ അല്ലാഹുവിന്റെ കൽപ്പന നമ്മൾ ധിക്കരിക്കുമ്പോൾ നമ്മളോട് ചെയ്യുന്ന അക്രമമാണ്. അത് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും നല്ല സാഹിത്യം. ഒരുപാട് പേജുകളിലും സ്റ്റേജുകളിലും ഉദ്ധരിക്കപ്പെടുന്ന വാചകമുണ്ടല്ലോ, റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, നാഥാ, ഞങ്ങളുടെ ശരീരത്തോട് അക്രമം ചെയ്തു പോയി. അല്ലാഹുവിന്റെ ഒരു കൽപ്പന ധിക്കരിച്ചപ്പോൾ അത് സ്വന്തം ശരീരത്തോടുള്ള അക്രമമാണ്. നമ്മുടെ ജീവിതത്തിൽ അതൊന്നും സംഭവിക്കാതിരിക്കാൻ നമ്മൾ തയ്യാറാവുക. സഹോദരന്മാരെ, പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് കൃത്യമായ വസ്തുതകൾ ഉൾക്കൊണ്ടുകൊണ്ട് അക്രമിച്ചവർക്കെതിരെ പോലും എന്റെ സമൂഹത്തിന് പുറത്തു കൊടുക്കുന്ന അവരറിവില്ലാത്തവരാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾ ഒരിക്കലും അത്തരം അവസ്ഥകൾ ഉണ്ടാകരുത്. ഒരുപക്ഷെ ആദർശ പ്രബോധകൻ എന്ന നിലക്ക് നമ്മുടെ യാത്രക്കിടയിൽ പലരെയും നമ്മൾ കണ്ടുമുട്ടിയേക്കാം. നമ്മളോട് ഉദ്ദേശം വെക്കുന്നവർ, നമ്മളോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നവർ, ആരെ കണ്ടാലും അവരോട് നമുക്ക് ഉദ്ദേശം പാടില്ല, അവരോട് പക പാടില്ല. അവരോട് ഒരു കാര്യത്തിൽ മാത്രമാണ് നമുക്കെതിരുള്ളത്. അത് ഏത് കാര്യത്തില്ല, അവരോട് നമുക്ക് ആദർശത്തിന്റെ കാര്യത്തിൽ അവരോട് പറയാം. അതെല്ലാം അവരോട് നമുക്ക് യാതൊരു ഉദ്ദേശവുമില്ല. ആ രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവുക. സ്വഭാവത്തിൽ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട്. കുറച്ച് കാതലായ വിഷയങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി മാത്രം നമ്മൾ പറഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അസൂയ, കണ്ണുകൾ, ഇതൊക്കെ നമുക്ക് സാധാരണ പറയപ്പെടാവുന്ന വിഷയങ്ങളാണ്. നമ്മുടെ പെരുമാറ്റങ്ങളുടെ സംസാരങ്ങൾ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. എല്ലാ കാര്യങ്ങളും വീട്ടില് മാതാപിതാക്കളോട് പെരുമാറുമ്പോൾ, മക്കളോട് പെരുമാറുമ്പോൾ ഒക്കെ ഏതൊക്കെ പ്രവാചകനിൽ നിന്നുണ്ട്. ഭാര്യമാരെ അടുക്കള ജോലികളിൽ സഹായിക്കുമായിരുന്നു, കുട്ടികളോട് കൂടെ കളിക്കുമായിരുന്നു. ഇതൊക്കെ റസൂൽ നമ്മൾ പഠിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും സ്വഭാവ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഇതൊന്നുമല്ല നമ്മുടെ ജീവിതമെന്ന നാളെ ഒരു സാക്ഷരമായ ഒരു ജീവിതം നമുക്ക് വരാനുണ്ട്. ഈ ലോകത്ത് നിന്ന് എല്ലാവരും വിട പറയാനുള്ളവരാണ്. ഒരു ഖബറും ഒരു ബർസഖും ഒരു മീസാനും ജന്നത്തും സിറാത്തും നാറും ജഹന്നമും ഒക്കെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന സാക്ഷരമായ ജീവിതമാണ്. എങ്കിൽ മരണമെന്ന വാഹനത്തിലേറി ഒരു പരലോകത്തിലേക്ക് ഒരു യാത്രയുണ്ട്. മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ വാഹനം തയ്യാറാക്കാതെ അറിയുമോ നമുക്ക് നമ്മൾ പുതിയാനുള്ള കഫംപടവ ഇന്ന് നമ്മുടെ കടകളിൽ ഒഴിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം സജ്ജീകരിക്കപ്പെട്ടു. നമ്മളിങ്ങനെ ആർപ്പലസിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ പിടിക്കലാണ്. മരണം നമ്മുടെ ചെരുപ്പിന്റെ വാരടികളേക്കാൾ അടുത്താണ്. ഏത് സമയം നമുക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് മരണം വരെയുള്ള ജീവിതം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അർപ്പിച്ചുകൊണ്ട് കൃത്യമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് പരലോകത്ത് ആരും രക്ഷിക്കാനില്ലാത്ത, സഹായിക്കാനില്ലാത്ത ആ ഒരു ലോകം കടന്നുകൊണ്ട് ഏറ്റവും നരകമെന്ന് പറയുന്ന കഠോരമായ ശിക്ഷകൾ ഉൾക്കൊള്ളുന്ന ഏറ്റവും നിസ്സാരമായ ശിക്ഷ കാലിനടിയിൽ ഒരു തീക്കല്ല് വെച്ചാൽ അതുകൊണ്ട് തലച്ചോറ് തിളച്ചമറിയുന്നത് ഏറ്റവും നിസ്സാരമായ ശിക്ഷയാണെന്ന് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണ്ടേ? ചെപ്പിലാകുന്ന കൈകളെ കൊണ്ട് സ്വന്തം ശരീരം മാറ്റിപ്പൊളിക്കുന്നവരും ഉടൽമാലപ്പെടുന്നവരും പുറത്ത് ചാടിക്കെടുത്ത ആശ്രയങ്ങളെ വട്ടച്ചിട്ടുന്ന പോലെ നട്ടം തിരിക്കുന്നവരും ആ നരകത്തിന്റെ കാഴ്ചകളാണ് എന്ന് ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ചു തരുമ്പോൾ ആ നരകത്തിൽ നിന്നുള്ള വ്യക്തമായ രക്ഷയ്ക്ക് വേണ്ടി, ആ നരകത്തിൽ നിന്നുള്ള വ്യക്തമായ മോചനത്തിന് വേണ്ടി മരണത്തിന് മുമ്പുള്ള ജീവിതത്തിൽ തയ്യാറാവുക. രക്ഷപ്പെടേണ്ട നമുക്ക് ഉന്നതമായ സ്വർഗ്ഗപ്പൂന്തപ്പുഴയിൽ വിരിക്കപ്പെടുന്ന ആഡംബരമേറിയ പ്രവധാനങ്ങളുള്ള പരത്തപ്പെടുന്ന തലയിലകളും ഹാജരാക്കപ്പെടുന്ന കോപ്പുകളാണുള്ള കണ്ണിനാനന്ദം നൽകുന്ന മുരളികളാൽ അനുഗ്രഹീതമായി പോയ മുദ്രകൾ മുതലപ്പെട്ട പോലെ തലനിമണികളായ മക്കൾ ഓടിക്കളിക്കുന്ന ചാനിലക്കാനുള്ള സോഫകളും വ്യക്തിപ്പിടിക്കാനുള്ള പ്രവർത്തനങ്ങളുമുള്ള ആ സ്വർഗീയ ആരാമത്തിൽ നിന്ന് പോകണ്ടയോ? അതുകൊണ്ട് മുഴുവൻ മേഖലകളിലും നമ്മുടെ ഉമ്മയോടുള്ള നമ്മുടെ സംസാരം പോലും, നമ്മുടെ മറ്റുള്ള താഴെക്കടയിൽ ജോലി ചെയ്യുന്നവരോട് സംസാരം പോലും 10 കൊല്ലം റസൂലിന് വേണ്ടി സേവനം അനുഷ്ഠിച്ച അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ റസൂലിനോട് ഒരിക്കൽ